محترم و مکرم خلفائے کرام و علماء اعظام اور میرے عزیز بزرگوں اور ساتھیوں، اللہ تبارک و تعالیٰ کا ہم پر بڑا کرم، فضل اور اس کے احسان ہے کہ اس نے ہم عاصی پر معاصی خطا کار گنہگار بندوں کو اللہ اپنے حبیب امام الانبیاء احمد مصطفیٰ محمد مصطفیٰ صلی اللہ علیہ وسلم کی امت بابرکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا۔ الحمدللہ۔ മുഴുവനും ആദരണീയരുമായ ഖുലഫാക്കളെ, പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും അല്ലാഹു തആല നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ۔ مزید کرم کیا پروردگار نے اپنے حبیب کے امت کے ساتھ ہی ساتھ اللہ نے ہمیں اپنے محبوبین اہل اللہ سے اللہ نے ہمیں وابستہ فرمایا، اور ان سے وابستہ ہو کر زندگی کے ان قیمتی ایام کو گزارنے کی اللہ نے ہمیں توفیق عطا فرمائی۔ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തിയതിനോടൊപ്പം അല്ലാഹു തആല അവന്റെ മഹബൂബീങ്ങൾ, അല്ലാഹുവിന്റെ അഹ്ലികാരായ മഹാന്മാർ, ആ മഹാന്മാരുടെ ബന്ധം നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. അവരുടെ ബന്ധത്തിലായിക്കൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഈ വിലപ്പെട്ട ദിവസങ്ങൾ കഴിച്ചുകൂട്ടാനുള്ള മഹത്തായ സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാ۔ آج الحمدللہ اللہ نے اپنے حول و قوت سے صدقے میں محمد الرسول اللہ صلی اللہ علیہ وسلم کے اپنے ایک ولی حضرت ابراہیم خلیل اللہ شاہ نوری علیہ رحمت و رضوان کے عرس شریف کے دوسرے دن اللہ تعالی ہم سبوں کو جمع ہونے کی توفیق عطا فرمائی ہے۔ اللہ کا کرم ہے، اللہ سے ہم سبوں کی دعا ہے اللہ تعالی ہم سبوں کے یہاں پر جمع ہونے کو قبول فرمائیں، اور ہم سبوں کو کچھ نہ کچھ اللہ کو راضی کر کے اس محفل سے اٹھنے کی اللہ توفیق عطا کرے۔ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമാണ്. ഇന്ന് അല്ലാഹുവിന്റെ ഒരു വലിയ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ നൂരി അലൈഹി റഹ്മത്തു വറഹ്മത്തുള്ളാഹി മഹാനവറുകളുടെ ഉർസിനോടനുബന്ധിച്ച ഈ പരിപാടിയുടെ 2ാം ദിവസത്തിൽ ഈ മഹത്തായ വേദിയിൽ അല്ലാഹു തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല ചെയ്ത വലിയ അനുഗ്രഹമാണ്. നാം ഒക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനിക്കട്ടെ. حضرین اکرام، اللہ تعالی ہم کو جن اولیاء اللہ سے وابستہ کیا ہے، اپنے محبوبین سے جو ہمیں وابستہ کیا ہے، کیسے اولیاء اللہ ہے، صرف ولی ہی نہیں بلکہ اپنی صحبت میں بیٹھنے والے کو اللہ کا ولی بنانے والے بھی ہیں۔ ولی نہیں بلکہ ولی گر ہے اللہ تعالیٰ، ایسے اولیاء سے اللہ نے وابستہ کیا ہے۔ جب ہم ان کی صحبتوں میں، ان کی بارگاہوں میں جب ہم آتے ہیں تو ولی ہم بننے کی ہم کوشش کریں۔ اللہ تعالیٰ ہم کو بتلا رہا ہے ولی کون ہوتا ہے، جو ایمان کے ساتھ تقوی اختیار کرتا ہے۔ اگر ہم ان کی بارگاہوں میں آ کر اگر ہم متقی اگر بنیں گے تو انشاءاللہ اللہ تعالی ہم سبوں کو
कामयाबी पाने वाले लोगों की फहरिस्त में शामिल फरमाएगा। ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഏതൊരു ഉന്നതനായ ഔലിയാക്കളുമായുള്ള ബന്ധം അള്ളാഹു തആല നമുക്ക് നൽകിയോ, ഈ മഹാന്മാര് സ്വയം അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ഔലിയാക്കളായ വിലായത്തിന്റെ അവകാശികളായി നിലകൊള്ളുന്നതിനോടൊപ്പം ഏതൊരാള് അവരോട് സഹവസിക്കുന്നു അവരെ കൂടി ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന വിലായത്ത് അനുഗ്രഹിക്കുന്ന മഹാന്മാരെയാണ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അവര് വലിയവരുമാണ്, ഔലിയാക്കളെ നിർമ്മിക്കുന്നവരുമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിന്റെ സൗഹൃദ ബന്ധം, അള്ളാഹുവിന്റെ വിലായത്ത് നൽകി അനുഗ്രഹിക്കുന്ന ഈ മശായിഖന്മാർ, ഈ ഔലിയാക്കളുടെ ഹദറത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നാമും അതേ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈമാനോടൊപ്പം തഖ്വ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നാം ഇവരുടെ സഹവാസത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളും മുത്തഖീങ്ങളായി മാറാൻ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മയും ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. हज़रीन इकराम, आज बहुत सारे लोग इस दुनिया में रहते हैं जो समाज का मुत्तकी बनकर, यानी कुछ रूप अपने ऊपर धार कर, रूप अपने ऊपर लाकर कुछ एक्टिंग करके मुत्तकी हूं इसको साबित करते हैं, लेकिन ऐसे मुत्तकियों की सोहबत में अल्लाह ताला हमको नहीं बिठाया है, बल्कि कुरान का जो मुत्तकी है वो मुत्तकियों की सोहबत में अल्लाह ताला हमको बैठने की तौफीक अता किया है, जो सिर्फ तक़वे का दर्स नहीं देते बल्कि खुद मुत्तकी बनकर अपने साथ बैठने वालों को भी मुत्तकी बनाने की वो कोशिश करते हैं। ബഹുമാനികളെ, ഇന്ന് നാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കണ്ണോടിച്ചാൽ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അവര് നിർമ്മിതമായ ചില കോലങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് മുത്തഖിയായി ചമഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇങ്ങനെ മുത്തഖിയായി ചമഞ്ഞ ആളുകളുടെ ബന്ധത്തിലല്ല അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് സ്വയം മുത്തഖിയായി ജീവിക്കുകയും തന്റെ സഹവാസത്തിൽ വരുന്നവരാരോ അവരെയും മുത്തഖീങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഉന്നതന്മാരായ മഹാന്മാരുടെ ബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ജനങ്ങൾ ചാർത്തിക്കൊടുത്ത മുത്തഖിയല്ല അള്ളാഹു നമ്മൾക്ക് ബന്ധം നൽകിയ മഹാന്മാര്. അള്ളാഹു തആല ഏതൊരുത്തരെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തു ആ മുത്തഖീങ്ങളുടെ ബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. लोग जो औसाफ बयान किए हैं वो औसाफ को अपने अंदर पैदा करके मुत्तकी बनने वाले नहीं, बल्कि अल्लाह जो मुत्तकी के औसाफ बयान किया है वो औसाफ को अपने अंदर पैदा करने वाले मुत्तकियों की याद में अल्लाह हमको जमा किया है. ജനങ്ങള് ചാർത്തിക്കൊടുത്ത തഖ്വയുടെ രൂപങ്ങള് തന്നിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ആളുകളല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിക്ക് പറഞ്ഞ യഥാർത്ഥ അടയാളങ്ങളേതോ ആ അടയാളങ്ങളൊക്കെ തന്നിൽ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരെ ഓർക്കാനുള്ള അവസരമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. अल्लाह ताला अपने कलाम में क्या इरशाद फरमा रहा है? मुत्तकियों के औसाफ क्या है? अल्लज़ीन युमिनून बिल गैब व युकीमून अस्सलाह व मिम्मा रज़क़नाहुम युनफिक़ून. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ മഹാന്മാര് ആരാണ്? മുത്തഖീങ്ങൾ ആരാണ്? അവരുടെ വിശേഷണങ്ങൾ എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അല്ലദീന യുമിനൂന ബിൽ ഗൈബ് व युकीमून अस्सलाह व मिम्मा रज़क़नाहुम युनफिक़ून. सबसे पहली सिफत कमाल उनके अंदर ये पैदा होता है कि वो अल्लाह की वो गैब पर ईमान लाते हैं. गैब आज हमको मुशाहिदे पर ईमान है, गैब पर हमको ईमान नहीं.
बुजुर्गों, आज हमको गैब पर ईमान भी है तो सिर्फ अल्लाह पर ईमान है, अल्लाह की जात पर ईमान नहीं, अल्लाह के सिफात पर ईमान नहीं, अल्लाह के अफ़ाल व आसार पर ईमान नहीं। बुजुर्गों, जब अल्लाह की जात पर, सिफात व अफ़ाल व आसार पर किसी बंदे को ईमान नहीं तो इसका मतलब यह है कि वो बेईमान है। अल्लाह ताला ऐसे लोगों से हमारी हिफाजत फरमाए। ബഹുമാനികളെ, മുത്തഖീങ്ങളായ മഹാന്മാര് അവരുടെ ആദ്യ വിശേഷണം, അവരുടെ ആദ്യത്തെ പ്രത്യേകത അല്ലാഹു തആല പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, മറഞ്ഞതിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് നമുക്കുള്ള വിശ്വാസമോ, നമുക്ക് മറഞ്ഞതിലല്ല വിശ്വാസമുള്ളത്, നമുക്ക് പ്രത്യക്ഷത്തിലുള്ള, നമ്മുടെ ദൃശ്യത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ്, നമ്മുടെ അനുഭവങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. നമ്മളെ ഗൈബിൽ വിശ്വസിക്കുന്നവരല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിലും അള്ളാഹുവിന്റെ ദാത്തിലുള്ള ഉറപ്പോ, അവന്റെ സിഫാത്തിലുള്ള വിശ്വാസമോ, അവന്റെ അഫ്ആലിലും അവന്റെ ആസാറിലുമുള്ള ഉറപ്പോ വിശ്വാസമോ നമുക്കില്ല. ഇങ്ങനെ ഈ ഉറപ്പും വിശ്വാസവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈമാനിനോട് നമുക്ക് ബന്ധമില്ല എന്നാണ് അതിന്റെ അർത്ഥം. बुजुर्गों और दोस्तों, जब ये पहली सिफत उसके अंदर जब पैदा होती है, अल्लाह पर जब ईमान उसको कामिल होता है, हाज़रीन इकराम, अल्लाह ताला की मोहब्बत उसके दिलों में पैदा होती है बंदे की। और ये उन्वान ऐसा उन्वान है, 3 दिन नहीं बल्कि 30 दिन भी अगर ये गैब पर बोला जाए तब भी ये खत्म होने वाला नहीं है। हम उसके हुदूद तक भी नहीं पहुंच सकते। अल्लाह ताला जो भी हम सुने हैं उस पर गौर और फिक्र करके हमको ये सिफत पैदा करने की अपने अंदर तौफीक अता फरमाए। ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ ഏറ്റവും ഒന്നാമതായി അള്ളാഹുവിന്റെ ഈമാൻ ശക്തിപ്പെടുത്തുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മിൽ അനിവാര്യമായിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്ക് അള്ളാഹുവിൽ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ സർവത്തിനും ഉപരിയായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനായി മാറും. അങ്ങനത്തെ ഒരു ഈമാനികമായ ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് ഈ 3 ദിവസമല്ല 30 ദിവസം നമ്മൾ സംസാരിച്ചാലും ആ ഈമാനിന്റെ അടുത്ത പരിധികളിലേക്ക് വരെ എത്താൻ, അതിന്റെ ഹദ്ദുകളിലേക്ക് വരെ എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല. അത്രയും വിശാലമായ ഒരു ചർച്ചയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും മനസ്സിലാക്കാനും ആ വിശ്വാസം നിലനിർത്തി മുന്നേറാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. दूसरी सिफत अल्लाह बयान कर रहा है, वो युकीमून अस्सलाह, नमाज को कायम करते हैं। जरा गौर करे आयत पर, अंदाज पर तो हमको समझ में आएगा मुत्तकी कौन होता है। जो नमाज पढ़ता है नहीं कह रहा है अल्लाह, बल्कि नमाज को कायम करता है। ബഹുമാനികളെ, രണ്ടാമത്തെ പ്രത്യേകത, മുത്തഖിയുടെ രണ്ടാമത്തെ വിശേഷണം അല്ലാഹു തആല പറയുന്നു, വയുഖീമുന സ്വലാ. നാം ആ ഖുർആനിന്റെ അല്ലാഹുവിന്റെ പ്രയോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണം. മുത്തഖീങ്ങളുടെ രണ്ടാമത്തെ അടയാളമായി അല്ലാഹു തആല പറയുന്നത് അവർ നിസ്കരിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് അല്ലാഹു തആല നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. पढ़ना और कायम करना ये जमीन और आसमान का फर्क है। अगर हम इस फर्क को जानेंगे अल्लाह ताला हम पर फजल फरमाएगा। നിസ്കരിക്കുക എന്ന് പറയുന്നതിനും നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നതിനും വലിയ അന്തരമാണുള്ളത്, ആകാശഭൂമിയുടെ മാറ്റമാണുള്ളത്. ഏത് വിധത്തിലുള്ള മാറ്റമാണ് ഇവ രണ്ടിലും ഉള്ളത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേക ഫضലിനും അവകാശികളായി മാറുന്നതാണ്. और बुजुर्गों और दोस्तों, अल्लाह ताला ये जो हुक्म दे रहा है ये मुत्तकी पर अल्लाह ताला दे रहा है। मुत्तकी की निशानी अल्लाह बयान कर रहा है। ये मुत्तकी कौन? इंसान। इंसान से अल्लाह मुखातिब हो रहा है। तो आप बतलाइए, इंसान सिर्फ एक तायुन का रखने वाला है या जिस्म को भी रखता है, क़ल्ब को भी रखता है, रूह और सिर को भी रखने वाला है? अगर चारों तायुनात का रखने वाला अगर इंसान है तो फिर आप अंदाजा लगाओ नमाज किस किस से हमको कायम करना है। आज सारी दुनिया सिर्फ जिस्म के पीछे पड़ी हुई है। जिस्म को अगर इबादत में लगा देंगे, नमाज अदा कर लेंगे, हो जाएगी।
जिस्म के साथ अगर खल्क उसमें शामिल नहीं, रूह हमारी शामिल नहीं, सिर हमारी शामिल नहीं, तो फिर अल्लाह का हुक्म कैसा पूरा होगा? अल्लाह ताला वो समझने की तौफीक अता फरमाए। അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുക എന്നുള്ള ഈ വിശേഷണം ആർക്ക് പറഞ്ഞതാണ്? മുത്തഖിക്ക് പറഞ്ഞതാണ്. മുത്തഖിയായ മനുഷ്യൻ. ഈ മുത്തഖിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മുത്തഖിയായ മനുഷ്യന് വെറും ഒരു തഅയ്യുന് മാത്രമാണോ ഉള്ളത്? ശരീരം മാത്രമാണോ ഈ മനുഷ്യൻ എന്ന് പറയുന്നത്? അതല്ല, ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന് ശരീരത്തിനോടൊപ്പം ഖൽബ്, റൂഹ്, സിഹ് ഇവയൊക്കെ ഉള്ളവനാണോ മനുഷ്യൻ? ആർക്കാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്? ബഹുമാനികളെ, ഇന്ന് നാം ലോകത്ത് കണ്ണോടിച്ചു കഴിഞ്ഞാൽ തന്റെ ശരീരത്തെ നിസ്കാരത്തിൽ വ്യാപൃതരാക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് മാത്രമുള്ള ഒരു ചലനത്തിന്റെ പേരാണോ നിസ്കാരം എന്ന് പറയുന്നത്? ഈ നിസ്കാരം നാം നിർവഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആ നിസ്കാരത്തിൽ ഈ ശരീരം പങ്കാളിയായതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ പങ്കാളിയാക്കണം, നമ്മുടെ റൂഹിനെ എങ്ങനെ പങ്കാളിയാക്കണം, നമ്മുടെ സിദ്ധിനെ എങ്ങനെ പങ്കാളിയാക്കണം, ഈ വസ്തുതകൾ നാം മനസ്സിലാക്കിയെങ്കിലേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള നിസ്കാരം നിലനിർത്തിയവരായി നമ്മൾ മാറുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. बुजुर्गों, सिर्फ नमाज जिस्म को झुकाने का नाम, जिस्म से हरकत का नाम नहीं है, बल्कि नमाज का ताल्लुक जिस्म से भी है, क़ल्ब से भी है, रूह और सिर से भी है। आज सारी दुनिया इल्ला माशाअल्लाह नमाज तो अदा करती है, इबादत तो कर रही है, नमाज को तो पढ़ रही है, लेकिन कई ऐसे लोग हैं जो नमाज से जिसको ताल्लुक नहीं, बस जिंदगी गुजार रहे हैं। आज जो पढ़ने वाले हैं उसमें भी कई लोग ऐसे हैं जिनको न मसाइल मालूम है, न फजाइल मालूम है, बस पढ़ रहे हैं मजबूरन। कभी वक्त मिला तो अदा कर रहे हैं, कभी वक्त नहीं मिला तो छोड़ रहे हैं। अल्लाह का करम है, अल्लाह ताला हमको ऐसे आइम्मा का मुख्तदी बनाया है जो हमको बतलाते हैं अगर कोई अमदन छोड़ने वाला है तो इमाम शाफई के नजदीक तो कत्ल करने का हुक्म। अल्लाह ताला इसकी अहमियत को समझने की तौफीक अता फरमाए। इमाम अबू हनीफा के नजदीक तो कैद में डालना है जब तक कि वो तौबा न करे और आदी न बने। बुजुर्गों, आइम्मा अपने अपने अंदाज से उसको बयान तो किए हैं, लेकिन जरा गौर करना, जो अदा कर रहे हैं उनका क्या मामला है? अदा कर रहे हैं उनका मामला क्या है? आज कुछ अदा करते हैं, कुछ लोगों को फजाइल से कोई, मसाइल से कोई ताल्लुक नहीं, और बास को मसाइल भी मालूम है, फजाइल भी मालूम है, लेकिन उसके बावजूद भी क़ल्ब को कैसा शामिल करना जिस्म के साथ नहीं मालूम। अल्लाह का करम है, ऐसे दौर में अल्लाह ताला हमको चारों तायुनात को बैक वक्त शामिल करके अल्लाह की बारगाह में ठहरने वाले लोगों की सोहबत अल्लाह हमको अता फरमाया है। കേവലം ഈ ശരീരത്തിന്റെ പ്രത്യക്ഷ ചലനങ്ങളുടെയോ ശരീരത്തെ കുനിക്കുന്നതിന്റെയോ മാത്രം പേരല്ല നിസ്കാരം എന്ന് പറയുന്നത്. എപ്രകാരം ഈ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ ശരീരം ഉൾപ്പെടുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ ഖൽബും നമ്മുടെ റൂഹും നമ്മുടെ സിറും ഒക്കെ ഈ നിസ്കാരത്തിൽ ഉൾപ്പെടേണ്ടതാണ്, പങ്കാളികളാവേണ്ടതാണ്. ബഹുമാനികളെ, ഇന്ന് നാം പൊതുവെ നമ്മുടെ ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിസ്കാരം നിർവഹിക്കുന്നതായ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ നിസ്കാരത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ നിസ്കാരത്തിന് പങ്കാളികളൊക്കെ ആകുന്നു, പക്ഷേ അവർക്ക് നിസ്കാരത്തിന്റെ മസായിലുകൾ എന്താണ്, നിസ്കാരത്തിന്റെ ഫളായിലുകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. അങ്ങനെ നിസ്കാരം പതിവായതാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏതൊരാള് നിസ്കാരം മനഃപൂർവമായി ഒഴിവാക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഉന്നതന്മാരായ ഇമാമിയങ്ങൾ
നാം ആരെ തഖ്ലീദ് ചെയ്യുന്നു അങ്ങനത്തെ ആ ഇമാമിയങ്ങള് അവര് നമുക്ക് മനസ്സിലാക്കി തരുന്നു. മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അയാളെ കൊന്നുകളയണമെന്നാണ് കൽപ്പന. നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുന്ന ആളാണെങ്കിൽ അയാളെ തൗബ ചെയ്ത് നിസ്കാരം തുടങ്ങുന്നതുവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കരുത്, അയാളെ ജയിലിൽ ബന്ധസ്ഥനാക്കണമെന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഈ നിലക്കൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ കർശനമായ നിയമങ്ങളിലൂടെ നേരിടാൻ മഹാന്മാരായ അഇമ്മത്ത് ഇമാമിയങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ഈ നിസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ അതിന്റെ മസലകളോ ഫളായിലുകളോ വേണ്ടതുപോലെ അറിഞ്ഞു നിർവഹിക്കാത്ത ആളുകളുമുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ മസലകളും ഫളായിലുകളും ഒക്കെ അറിയാം എന്നിരിക്കെ ഈ ശരീരത്തോടൊപ്പം ഖൽബിനെ നിസ്കാരത്തിൽ എങ്ങനെയാണ് പങ്കാളികളാക്കേണ്ടത്, ഖൽബിനെ എങ്ങനെ പങ്കാളിയാക്കും എന്ന വസ്തുത അറിയാതെ നിസ്കരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് ശരീരത്തെയും ഖൽബിനെയും റൂഹിനെയും സിർറിനെയും 4 തഅയ്യുനുകളെയും ഒരേ സമയം നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കാൻ പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഉന്നതന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധം നൽകി അള്ളാഹു തആല നമ്മെവരെയും അനുഗ്രഹിച്ചിട്ടുള്ളത്. बुजुर्ग और दोस्तों, हम जरा गौर करना, आज अल्हम्दुलिल्लाह सारी दुनिया इबादत करती है, शौक के साथ करते हैं। बाद लोग आदत हो गई इस बुनियाद पे करते हैं। इबादत तो हो रही है, लेकिन आप अंदाजा लगाए इबादत करना अल्लाह को मतलूब नहीं, बल्कि कैसी इबादत होना, अल्लाह कैसा चाहता है। अगर हम उस अंदाज में अगर इबादत करेंगे तो वो इबादत अल्लाह को मतलूब है, वो इबादत अल्लाह को मतलूब। आज हमारी नमाजें कैसी नमाज, ना उसमें ना खुशू है ना खुजू है, आज सिर्फ इबादत कर रहे हैं। ये खुशू और खुजू हमारे अंदर नहीं है, उसकी वजह क्या है? आज हम सिर्फ एक ताय्युन को ही अल्लाह की इबादत के लिए कायम चुन लिए हैं, उसके अलावा जितने ताय्युनात हो उससे हमको कोई ताल्लुक नहीं। बुजुर्गों, अगर हम सारे ताय्युनात को अगर हम एक जगह जमा करके अगर हम सारे ताय्युनात से अगर हम इबादत करेंगे तो इंशाअल्लाह खुशू भी पैदा होगा, खुजू भी पैदा होगा। आज हमारा माहौल क्या है, आज हमारी कैफियत क्या है, हम खुद बेहतर जानते हैं। अल्लाह ताला भी क्या इरशाद फरमा रहा है, वस्तईनु बिस्सब्रि वस्सलाह इन्नहा लकबीरतुन इल्ला अलल खाशिईन। अल्लाह ताला क्या इरशाद फरमा रहा है, कई ऐसे लोग हैं जिनके ऊपर नमाज बोझ है, सिवाय उन लोगों के जो खशियत के साथ अदा करते हैं। अब आप बतलाइए, आज हम इबादत तो कर रहे हैं, लेकिन आज इबादत हमको बोझ नजर आ रही है। वजह क्या है उसकी? आज हमारे अंदर खशियत नहीं है, आज हम मोहब्बत के साथ अल्लाह की इबादत नहीं, बल्कि फायदे के लिए कुछ मिल रहा है, कुछ हमको जहन्नम में जाना है, जन्नत की ख्वाहिश में हम इबादत कर रहे हैं, अल्लाह की मोहब्बत के लिए नहीं। आज नमाज पढ़ने वाले तो है, आप कई मकामात पर देखे, अगर महीना भर अगर नमाज अदा करे तो 5,000 रुपये, 10,000 रुपये हम देंगे। कोई भी पढ़ने वाला है, दिन भर काम करने से अच्छा 5 टाइम अल्लाह की बारगाह में सजदा कर ले तो 10,000 तो मिलेंगे। ये ख्वाहिश में इबादत करने वाले, और जिसको ये दौलत की ख्वाहिश नहीं, 10,000 की ख्वाहिश नहीं, वो क्या ख्वाहिश में जन्नत मिल जाएगी, जहन्नम से मैं बच जाऊंगा। हर किसी की कैफियत, लेकिन खशियत का कोई ताल्लुक नहीं। अल्लाह ताला वो खशियत के साथ नमाज पढ़ने वाला, इबादत करने वाला अल्लाह हम सबों को बनाए। ഇന്ന് ലോകത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പലരും തയ്യാറാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിധത്തിലുള്ള ഇബാദത്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ഇബാദത്തിൽ അള്ളാഹുവിന്റെ നിബന്ധന എന്താണ്, ആ
ആ നിബന്ധനകളെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ താല്പര്യത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്, നിസ്കാരം ഒരു ഭാരമായി മനസ്സിലാക്കി ചെയ്യുന്നവരുമുണ്ട്. എങ്ങനെയാണ് ഈ നിസ്കാരം ഭാരമായത്? അതിനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് നിസ്കരിക്കുന്ന ആള് നിസ്കാരമൊക്കെ നിർവഹിക്കുന്നു? ഈ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ഒരു ഖുശൂഅ്, ഒരു ഖുദൂഅ് നേടാൻ സാധിക്കാതെയുള്ള നിസ്കാരമായി മാറിയത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ നമ്മളാരും തന്നെ തയ്യാറാകുന്നില്ല. ബഹുമാനികളെ, നിസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ. ആ നിസ്കാരം അള്ളാഹുവിന്റെ താല്പര്യമേതോ ആ താല്പര്യമനുസരിച്ച് നമ്മൾ നിർവഹിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ ആവശ്യം നാം ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നവരാകണമെന്നാണ്. അങ്ങനത്തെ നിസ്കാരത്തെയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരം എങ്ങനെയാണ് ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കുക? അതിന് കേവലം ഈ ശരീരത്തെ മാത്രം നിസ്കാരത്തിൽ പങ്കാളിയാക്കിയാൽ പോരാ. ശരീരത്തോടൊപ്പം തന്റെ ഖൽബിനെ കൂടി പങ്കാളികളാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ നിസ്കാരത്തിന് അള്ളാഹുവിനുള്ള മുഹബ്ബത്തിന്റെ അടിസ്ഥാനത്തില്, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തില് ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ ഖൽബിനെയും റൂഹിനെയും ബന്ധപ്പെടുത്താത്ത കാലത്തോളം ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് സാധ്യമായ ഒന്നില്ല. ആ സ്നേഹമല്ലാതെ പ്രവർത്തിക്കുന്ന കാര്യത്തില് ഒരാൾക്കും തന്നെ താല്പര്യവും കാണുകയില്ല, അതൊരു ഭാരമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് പറഞ്ഞതിന് ശേഷം ആ നിസ്കാരത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂഅ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ നിസ്കാരം വലിയ ഭാരമാണ്. ഖുശൂഅ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ നിസ്കാരം ഭാരമാണ്. ഖുശൂഅ് ഇല്ലാത്തവർക്ക് നിസ്കാരം ഭാരമാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഏത് നിസ്കാരമാണ്? ഈ ശരീരം കൊണ്ട് മാത്രം നിർവഹിക്കുന്ന ഈ ചടങ്ങിനെ കുറിച്ചാണോ ഖുശൂഅ് അല്ലാത്തവർക്കൊക്കെ ഭാരമാണ് എന്ന് പറഞ്ഞത്? അങ്ങനെയല്ല. എന്നാൽ ഈ ശരീരത്തോടൊപ്പം അല്ലാഹുവിന്റെ താല്പര്യാടിസ്ഥാനത്തിൽ ഏതെല്ലാം തഅയ്യുനുകളെ പങ്കാളികളാക്കണം, ആ പങ്കാളികളായി നിസ്കരിക്കുക എന്നുള്ളത് ഖാശിഈങ്ങളല്ലാത്തവർക്കൊക്കെ ഭാരമാണ്. അത് ഖാശിഈങ്ങൾക്ക് ഭാരമല്ലാതെ ഉള്ളൂ. അതല്ലാതെ ശരീരം കൊണ്ടുള്ള ചടങ്ങുകൾ നിർവഹിക്കുക എന്നുള്ള ഈ നിസ്കാരം, ഇത് അങ്ങനെ ഒരാളുടെ മേലും പെട്ടെന്ന് ഭാരമാവുകയൊന്നുമില്ല. ഖുശൂഅ് ഇല്ലാത്ത എത്രയോ ആളുകളെ ഭാരമൊന്നും കൂടാതെ ആവേശത്തിൽ നിസ്കരിക്കുന്നത് നമുക്ക് പലത്തും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ ചില പള്ളി കമ്മിറ്റിക്കാരൊക്കെ നിങ്ങൾ അഥവാ മാസം മുഴുവൻ 5 നേരം ഭക്തി നിസ്കരിക്കാൻ വരികയാണെങ്കിൽ അങ്ങനെ സദാ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാസം തോറും 5000 രൂപ കൊടുക്കാം, 10000 രൂപ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി ആളുകൾ നിസ്കരിക്കാൻ വരികയും ചെയ്യും. അവർക്ക് ആ നിസ്കാരം ഒരു ഭാരമല്ല. കാരണം രാവും പകലും അധ്വാനിച്ച് കിട്ടുന്ന അത്രയും വലിയ സംഖ്യ 5 നേരം പോയി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഭാരമാകാനാണ് ഒരാൾക്ക്? അപ്പൊ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നതുപോലെ തന്നെ സ്വർഗത്തിന്റെ ആഗ്രഹത്തിലായി നിസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. നരകത്തിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അള്ളാഹുവിനുള്ള സ്നേഹത്തിന് അവർ നന്ദിയായിക്കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ഈ നിസ്കാരം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹു ആഗ്രഹിക്കുന്ന നിലയിലാവണമെങ്കിൽ ശരീരത്തിനോട് നിർവഹിക്കുന്ന ഈ ചടങ്ങ് മാത്രമായാൽ പോരാ, മറിച്ച് ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നവരായി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ നിസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ. बुजुर्गों और दोस्तों, अगर हम खुशी और खुशू के साथ अगर हम नमाज अदा नहीं करेंगे, फिर आप बतलाइए क्या वो नमाज है? इबादत इबादत है। आज हम क्या कहते हैं, अरे क़ल्ब को, रूह को, सिर को कहां हम शामिल कर सकते हैं? जिस्म से नमाज पढ़ लिए तो नमाज हो जाएगी, नमाज तो हो जाएगी, लेकिन क़बूलियत का मकाम हासिल नहीं होगा। अल्लाह के हबीब मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम क्या इरशाद फरमा रहे हैं, जो नमाज अदा करता है अगर वो खुशू अगर हम अपने अंदर पैदा नहीं किया, सरकार इरशाद फरमा रहे हैं फरिश्ते अल्लाह की बारगाह में पेश करेंगे। अल्लाह क्या इरशाद फरमाएगा, एक काली चिंदी में बांधो, कपड़े में बांधो, जो इबादत किया उसके मुंह पे मारो, उसकी इबादत मुझे पसंद नहीं। तो आप बतलाइए, ऐसी इबादत जिसमें खुशू हो ना खुशू हो, फिर वो कैसी इबादत है?
अल्लाह ताला हम सबों को जिंदगी में खुशी और खुशू के साथ इबादत करने वाला बनाए। कब हम इबादत करने वाले हम बनेंगे? जिस्म के साथ अगर हम सारे तायुनात को अगर हम इबादत में अगर हम शामिल करेंगे तब कहीं ये कमाल हमारे अंदर पैदा होगा। वरना अजीज दोस्तों और बुजुर्गों, ये वक्त जा रहा है, हम इस दुनिया से जाने वाले हैं। अगर हम यही कैफियत को अगर हम बरकरार रखते हुए अगर हम कल अल्लाह की बारगाह में पहुंचेंगे तो हम खसारा उठाने वालों में से, अल्लाह खसारा उठाने वालों से हमारी हिफाजत फरमाए। सरकार दो आलम सल्लल्लाहु अलैहि वसल्लम तो हमको यहां तक बतलाएं, क़ियामत के करीब अल्लाह ताला इल्म को उठाएगा, इल्म को उठा लेगा। सहाबा अर्ज करते हैं, या रसूल अल्लाह, इल्म को उठाएगा, इससे मुराद क्या है? हम नहीं समझ सके, या रसूल अल्लाह बतलाइए। सरकार क्या इरशाद फरमाते हैं? कुरान को अल्लाह उठा लेगा। सहाबा अर्ज करते हैं, या रसूल अल्लाह, कुरान को कैसा उठाएगा? हम तो उसका हिफ्ज किए हुए हैं, याद किए हुए हैं, हम अपनी औलाद को याद दिला रहे हैं, वो अपनी औलाद को याद दिलाएंगे, ऐसा तो तरतीब चलते रहेगी, कुरान कैसा उठेगा? सरकार इरशाद फरमाते हैं, तुम लोग क्यों नहीं समझते? बनी इस्राइल में हो या पिछली उम्मतों में देखो, तौरात ज़बूर जो पढ़ने वाले हैं, क्या तौरात उनके हाथों में नहीं है? या रसूल अल्लाह है। तो फिर सरकार इरशाद फरमा रहे, तौरात की किताब तो हाथ में है, लेकिन उनके दिलों में क्या तौरात है? क्या वो तौरात उनके अंदर है? नहीं है। यही कैफियत हमारी पैदा होगी। तो सरकार इरशाद फरमा रहे, सबसे पहले अल्लाह ताला खुशू को तुम्हारे अंदर से नहीं उठा लेगा, खुशू को तुम्हारे अंदर से उठा लेगा। ये खुशू को अपने अंदर पैदा करने की कोशिश करो वक्त खत्म होने से पहले। अगर हम ये खुशू हमारे अंदर पैदा करेंगे, इंशाअल्लाह अल्लाह कामयाबी पाने वाले लोगों की फहरिस्त में शामिल करेगा। ബഹുമാനികളെ, നാം ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ ആ ഇബാദത്തില് അള്ളാഹുവിനോടുള്ള ഖുശൂഅോ ഖുദൂഅോ ഇല്ലാത്ത ഇബാദത്താണെങ്കിൽ അത് ഇബാദത്ത് എന്ന് തന്നെ പറയാൻ പ്രാപ്തമായ സ്ഥിതിയിലല്ല ഉള്ളത്. അല്ലാഹു തആലക്ക് കേവലം ചടങ്ങുകളോ ആട്ടനക്കങ്ങളോ മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി നിർവഹിക്കുന്ന ഇബാദത്ത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് നിസ്കാരം നിർവഹിക്കുന്നു, നമ്മുടെ ശരീരം അതിൽ പങ്കാളിയാണ്, പക്ഷേ നമ്മുടെ ഖൽബോ നമ്മുടെ റൂഹോ നമ്മുടെ സിർറോ ഒന്നും നിസ്കാരത്തിൽ പങ്കാളികളാകാത്തത് കൊണ്ട് തന്നെ അത് ഖുശൂഅോ ഖുദൂഅോ ഇല്ലാത്ത കേവലം ഒരു ചടങ്ങുകളായി മാത്രം മാറിയിരിക്കുകയാണ്. ബഹുമാനികളെ, ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ ഖുശൂഅോടുകൂടി നിസ്കരിക്കാത്ത ആളുകളുടെ നിസ്കാരം നമ്മൾ മനസ്സിലാക്കും, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നിർവഹിച്ചില്ലേ, അഥവാ അതിലെ കൽബും റൂഹൊന്നും പങ്കാളിയായില്ലെങ്കിലുള്ള കുഴപ്പമെന്താണ്? ശരീരം കൊണ്ട് നിർവഹിച്ചിട്ടില്ലേ? ഒരു കുഴപ്പമെന്താണ്? ശരീരം കൊണ്ട് നിർവഹിച്ചിട്ടില്ലേ? ഒരു ഖുശൂ അല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ? ഞാൻ ഏതായാലും നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഖുശൂഇന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ നിസ്കരിക്കുന്നതായ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകളെ ഈ നിസ്കാരം അല്ലാഹുവിന് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരം കൊണ്ടുവന്ന മലക്കുകളോട് കൽപ്പിക്കും, ഇവൻ ചെയ്ത ഈ ഇബാദത്തിനെ ഒരു കറുത്ത ശീലയിൽ കെട്ടിക്കൊണ്ട് ഇവന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കളയുക എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബഹുമാനികളെ, നിസ്കാരം നിർവഹിച്ചു എന്നുള്ളത് പോരാ, ഞാൻ നിസ്കരിച്ചല്ലോ ശരീരം കൊണ്ട്, അത് ശരിയാകൂലേ? ശരിയായാൽ മാത്രം പോരാ, അത് അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാകണം. സ്വീകാര്യമാകണമെങ്കിൽ ആ നിസ്കാരത്തില് ഖുശൂഅോടുകൂടി നിർവഹിക്കുന്ന നിസ്കാരമായി തീരണം. ആ ഖുശൂഅ് നമ്മിൽ ഉണ്ടാകാൻ കേവലം ശരീരത്തിന്റെ ചലനം മാത്രം പോരാ, ഈ നിസ്കാരത്തിനോടൊപ്പം നമ്മുടെ കൽബും നമ്മുടെ റൂഹും നമ്മുടെ സിർറും ഒക്കെ പങ്കാളികളായാൽ എങ്ങനെയാണ്? അത് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തെങ്കിലേ ഈ നിബന്ധനകളോടുകൂടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ബഹുമാനികളെ, നാം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ ദിനരാത്രങ്ങൾ ഇങ്ങനെ അവസാനിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നാം അഥവാ ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങള് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും താല്പര്യത്തിനനുസരിച്ച് നിർവഹിക്കാനുള്ള ഒരു പദ്ധതിയില്ലാതെ, അത് നിർവഹിക്കാനുള്ള നിബന്ധനകൾ പാലിക്കാതെയാണ് നാം നടത്തുന്നതെങ്കിൽ നാം അള്ളാഹുവിന് മുമ്പിൽ ചെല്ലുന്ന സമയത്ത് വളരെ നഷ്ടവാളികളായിരിക്കും. വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ ഇൽമു ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഖുർആൻ ഉയർത്തപ്പെടും എന്നുള്ളതാണ്. ഖുർആൻ ഉയർത്തപ്പെടും. സഹാബത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബായ റസൂലെ, എങ്ങനെയാണ് ഖുർആൻ ഞങ്ങളിൽ ഉയർത്തപ്പെടുക? ഇന്ന് ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അത് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുന്നത് ഇത് ഞങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ മക്കള് അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇത് പഠിപ്പിച്ചും മനഃപ്പാഠമാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഈ ഖുർആൻ നമ്മിൽ നിന്ന് ഉയർത്തപ്പെടൽ എങ്ങനെയാണ് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നില്ല? ജൂതന്മാരും നസറാനികളുമായ ആളുകള് അവരുടെ കയ്യിൽ തൗറാത്തും സബൂറും ഒക്കെ ഇല്ലേ? അതൊക്കെ അവർ ഓതുന്നുമില്ലേ? അതൊക്കെ ഉണ്ടായിരിക്കെ അവർ സബൂറിന്റെയും തൗറാത്തിന്റെയും വക്താക്കളാണോ? അത് ഓതുന്നതിനോടൊപ്പം അതിന്റെ വക്താക്കളാകാതിരുന്നത് എന്തുകൊണ്ട്? എങ്ങനെയാണ് ഈ ഖുർആൻ ഉയർത്തപ്പെടുക എന്നുള്ള ഈ വസ്തുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉദാഹരണത്തിലൂടെ സഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ ഈ ഉയർത്തപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമതായി മനുഷ്യൻ നിന്ന് ഉയർത്തപ്പെടുന്നത് അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഈ ഖുശൂഅ്. ഈ ഖുശൂഅിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയുന്നതാണ്. ബഹുമാനികളെ, അല്ലാഹു തആലക്കുള്ള താല്പര്യം നാം ഖുശൂഅോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്നതിന് മുമ്പ്, ഖിയാമത്ത് വരുന്നതിന് മുമ്പ് ഈ ഖുശൂഅ് എന്താണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ആ ഖുശൂഅ് ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നഷ്ടവാളികളായി നാം മാറുമെന്ന് നാം മനസ്സിലാക്കണം. बुजुर्गों और दोस्तों, ऐसे ही अगर हम बगैर खुशू के अगर हम अल्लाह की इबादत करते जाएंगे, जिस्म के साथ क़ल्ब और रूह और सिर को अगर हम शामिल अगर हम नहीं करेंगे, बतलाइए क्या जवाब देंगे अल्लाह को? अल्लाह ने तो हमें आगाह किया है हर मुकाम पर। अल्लाह वालों ने हमको यहाँ तक बतलाया है, उलमा ने हमको यहाँ तक बतलाया है। अल्लाह ताला सबसे पहले कल बरोज़ महशर सवाल होगा ईमान के मुतालिक कलिमा, उसके बाद फिर नमाज के मुतालिक हम जरा जायजा लेना, आज हमारा क्या मामला है? आज खुशू है ना खुशू है? उसकी वजह क्या है? आज हम इबादत कर रहे हैं, आज हमारे अंदर न ज़ौक़ है न शौक़ है। बुजुर्गों, आज हम इबादत कर रहे हैं, ना वो इबादत में हमको मजा है ना लज्जत है, हमको कुछ एहसास नहीं, बस हम इबादत कर रहे हैं। वजह क्या? अल्लाह का हुक्म है, अल्लाह का हुक्म है। माँ बाप ने हमको बतलाया है, उस्तादों ने हमको बतलाया है, नहीं करेंगे तो ये अजाब, करेंगे तो ये फायदा। बुजुर्गों, खुशू के साथ अल्लाह क्या चाहता है? अल्लाह क्या बयान कर रहा है? क़द अफ़लहल मोमिनून अल्लज़ीना हुम फ़ी सलातिहिम ख़ाशिऊन। अल्लाह ताला हमको बतला रहा है मोमिन कामयाब है, मोमिन कामयाब है। मोमिन कामयाब, सिर्फ मोमिन कामयाब नहीं, बल्कि अल्लाह आगे क्या इरशाद फरमा रहा है? मोमिन कौन कामयाब है? जो नमाज पढ़ता है। सिर्फ नमाज पढ़ने वाला कामयाब नहीं, बल्कि आगे हमको बतलाया जा रहा है मोमिन भी है, नमाज भी पढ़ता है, जो नमाज खशियत के साथ पढ़ता है, खुशू के साथ पढ़ता है, वो कामयाब। अल्लाह ताला ये कैफियत हमारे अंदर पैदा करने की हमें तौफीक अता फरमाए। ബഹുമാനികളെ, നാം നിസ്കാരം നിർവഹിക്കുന്നു, പക്ഷേ അതിൽ അള്ളാഹുവിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എനിക്ക് മാതാപിതാക്കൾ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, ഉസ്താദന്മാർ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതലേ നിസ്കാരം ശീലമാണ്, ഞാനത് നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളോട് നിസ്കാരം കൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കാരം ഏത് ക്രമത്തിൽ നിസ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ആ കാര്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നാം നിസ്കരിച്ചതിന് ശേഷവും നഷ്ടവാളികളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഖിയാമത്ത് നാളിൽ ഹാജരായി കഴിഞ്ഞാൽ
ഈമാനിന് ശേഷം ഏറ്റവും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് നമ്മൾക്ക് ഉണ്ടാവുക. ആ നിസ്കരിക്കുന്ന ചോദ്യം, നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ നിസ്കാരം അള്ളാഹുവിന്റെ തൃപ്തിയിലും അവന്റെ താല്പര്യത്തിലുമുള്ള ഒരു നിസ്കാരമാണോ നിർവഹിച്ചത്? അതല്ല ഇങ്ങനെ പതിവായതിന്റെ പേരിലുള്ള നിസ്കാരമാണോ? അതല്ല കൂലി കിട്ടുമെന്നതിന്റെ പേരിലുള്ള നിസ്കാരമാണോ? സ്വർഗത്തിൽ കിടക്കുമെന്നതിന്റെ പേരിലുള്ള നിസ്കാരമാണോ? ഏത് നിസ്കാരമാണ് നിർവഹിച്ചത്? അല്ലാഹു തആല ആവശ്യപ്പെടുന്ന നിസ്കാരം ഏതാണ്? വെറും ശരീരം കൊണ്ട് മാത്രം നിർവഹിക്കുന്ന ഒരു കൽപ്പനയായിട്ടാണോ ഇത് നിർവഹിച്ചത്? അതല്ല ഇതിനോടൊപ്പം കൽബിനെയും റൂഹിനെയും സിറിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ നിസ്കരിച്ചത്? ഈ ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എങ്ങനെ നമുക്ക് സാധ്യമാകും? അതുകൊണ്ട് തന്നെ ബഹുമാനികളെ, നിസ്കാരം നിർവഹിക്കുന്ന നമ്മള് ആ നിസ്കാരത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കാൻ ശരിക്കും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിശ്ചയമായും വിജയിച്ചിരിക്കുന്നു. ആര് വിജയിച്ചു? മുഅ്മിനീങ്ങൾ വിജയിച്ചു. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചു. മുഅ്മിനായി എന്നതുകൊണ്ട് മാത്രം വിജയിച്ചില്ല. അല്ലാഹു തആല പറയുന്നു, മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നവരാകണം. നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ വിജയിക്കുകയുള്ളൂ. നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ വിജയിക്കുമെന്നല്ല പറയുന്നത്. നിസ്കാരങ്ങളിൽ ഖുശൂഅോടുകൂടി നിർവഹിക്കുന്ന മുഅ്മിനാരോ ആ മുഅ്മിന് വിജയിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈമാനുള്ള ആളുകള് നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരം അള്ളാഹുവിനുള്ള ഖുശൂഅോടുകൂടി നിർവഹിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാകും എന്ന് നാം മനസ്സിലാക്കണം. ये खुशू के साथ अगर हम अल्लाह की इबादत करेंगे, ईमान हमारे अंदर पैदा होगा तो खुशू हमारे अंदर आएगा, खशियत अल्लाह की पैदा होगी. जब खशियत जब अल्लाह की पैदा होगी, मोहब्बत में अल्लाह की इबादत करने वाले हम बनेंगे. देखो सहाबा कराम रिजवानुल्लाह ताला अलैहिम अजमाइन को, देखो मोहम्मदुर रसूलुल्लाह, कैसी इबादतें हैं उनकी, कैसा खुशू है उनकी इबादतों में, कैसी लज्जत उन्हें महसूस हो रही है. उनको और अमल करने में नहीं, इबादत करने में उनको लज्जत महसूस हो रही है, लज्जत आ रही है. उनको दिलचस्पी कैसी है, अगर हम देखेंगे तो हमको पता चलेगा. सरकार दो आलम सल्लल्लाहु अलैहि वसल्लम ऐसी इबादत कर रहे हैं, पैरों पर वरम आ रहा है. उम्महातुल मोमिनीन अर्ज करती हैं, या रसूल अल्लाह, इतनी इबादत की क्या जरूरत है? अल्लाह ने आपके तो अगले पिछले सारे गुनाह माफ कर दिए हैं, फिर इतनी इबादत क्यों? सरकार क्या इरशाद फरमाए, क्या मैं अल्लाह का शुक्रगुजार बंदा ना बनूं? क्या मैं अल्लाह का शुक्रगुजार बंदा ना बनूं? बुजुर्गों, उनकी इबादत कैसी, अल्लाह के शुक्र में मोहम्मदुर रसूलुल्लाह की. आज हमारी इबादत कैसी? वक्त हो रहा है, नहीं पढ़ूंगा तो मुझे अजाब मिलेगा, इसके लिए हमारी इबादत. बुजुर्गों, फर्क कितना है? उनकी इबादत अल्लाह के शुक्र में, हमारी इबादत जहन्नम से बचने के लिए. अल्लाह हमारी हिफाजत फरमाए, हमको भी जिंदगी में वो इबादत की लज्जतें अता करे जो सहाबा ने अख्तियार किए, जो सहाबा ने उठाई है, जो ताबईन तब ताबईन औलिया अल्लाह ने जो लज्जतें महसूस किए, वो लज्जतें हमको भी पाने की तौफीक अता करे. देखो सहाबा कराम रिजवानुल्लाह ताला अलैहिम अजमाइन को, कैसी इबादतें हैं. सांप गिर रहा है उनके सामने, नमाज नहीं छूट रही है. बुजुर्गों, उनको तीर चुभ रही है, तीर निकालने का एहसास तक नहीं हो रहा है. उनको शहीद किया जा रहा है, नमाज की हालत में एहसास तक नहीं हो रहा है. उनको लज्जत महसूस हो रही है, उनको मजा आ रहा है. वो इबादत कैसी इबादत है? कौन सी इबादत है? यही तो सूरत है, लेकिन सूरत यही है, लेकिन अंदर का हाल, कल्ब का हाल कुछ और है. खशियत वाली नमाज है, कल्ब के साथ रूह और सिर को शामिल करके वो इबादत कर रहे हैं, तब कहीं उनको ये लज्जत महसूस हो रही है. अल्लाह वो लज्जत पाने की जिंदगी में कभी न कभी तो हमें तौफीक अता फरमाए. ബഹുമാനികളെ, വിജയിച്ച ആളുകൾ ആരാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒന്നാമത് മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വിജയിച്ചവര് മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. ഏതൊരാളുടെ വിശ്വാസം ദൃഢമായി കഴിഞ്ഞോ, അള്ളാഹുവിൽ ഒരാൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഒരാൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹമായി മാറും. അള്ളാഹുവിന്റെ ഖശിയ്യത്ത് അയാളെ പിടിപെടും. ഈ ഖശിയ്യത്തിലും അള്ളാഹുവിന്റെ സ്നേഹത്തിലുമായി നിസ്കരിക്കുന്ന ഈ ആൾക്ക്
ശരീരത്തിനോടൊപ്പം തന്റെ കൽബിനെയും റൂഹിനെയും ഒക്കെ പങ്കാളിയാക്കിക്കൊണ്ട് ആവേശത്തോടെ നിസ്കരിക്കുകയല്ലാതെ വേറൊരു നിർവാഹം ഉണ്ടാവുകയില്ല. ഈ നിലയ്ക്ക് പൂർണ്ണ ഖുശൂഅോടുകൂടി നിസ്കാരം നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഈമാനികമായ കാര്യത്തിൽ അധ്വാനിച്ചതായ വ്യക്തി എത്തിച്ചേരുന്നതാണ്. ഇന്ന് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നു, പക്ഷേ ആ നിസ്കാരത്തിൽ നമുക്ക് ആവേശമില്ല, നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഭാരമാണ്. ഇനി അഥവാ നിർവഹിക്കുന്നുവെങ്കിൽ തന്നെ നമുക്ക് ആ നിസ്കാരത്തിൽ രസമില്ല, ആനന്ദമില്ല, ലജ്ജത്തില്ല. ഇങ്ങനെ രസമില്ലാതെ ആനന്ദമില്ലാതെ ഒരു മാനസികമായ സന്തോഷവും നേടിയെടുക്കാൻ സാധിക്കാതെയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് നിസ്കാരത്തിലൂടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നമുക്ക് നിസ്കാരം പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിലൂടെ നിസ്കാരം മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, ഇവരൊക്കെ നിസ്കാരം നിർവഹിക്കുന്ന അതിന്റെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരത്തിലുള്ള ആവേശം, ആനന്ദം, രസം എത്രമാത്രമാണ്. രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് കാരണത്താൽ ആ നിസ്കാര കാരണം അവരുടെ പാദങ്ങളിൽ നീര് വന്ന് മുട്ടുകയാണ്. ഈ നീര് വന്ന് മുട്ടുന്നത് കണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മഹദികൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ മാസൂമല്ലേ, എന്തിന് ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? ഞാനൊരു നന്ദിയുള്ളവനായി മാറണ്ടേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്. നാം ആലോചിക്കണം, നമ്മളിന്ന് നിസ്കരിക്കുമ്പോൾ സമയമായി, ഇനി സമയം പോവുകയാണ്, സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാന്റെ കോപത്തിന്, ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരായി വരും, നമ്മൾ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊക്കെ പേടിയുള്ള നിസ്കാരം നമുക്ക് പരിചയമുള്ളൂ. അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. എപ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവനായി മാറുക, ഈ നിസ്കാരം അള്ളാഹുവിന്റെ ശുക്റായി മാറുന്നത്? ഏത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് അള്ളാഹുവിന് ശുക്റായിക്കൊണ്ടാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ നിസ്കാരങ്ങൾ നിങ്ങൾ നോക്കുക. സഹാബത്ത് നിസ്കരിക്കുമ്പോൾ ചരിത്രങ്ങൾ നമുക്ക് കാണാം, അവിടെ മുമ്പിൽ പാമ്പ് വന്ന് വീഴുന്നു, അവരത് അറിയുന്നില്ല. നിസ്കാരത്തില് അവരുടെ ശരീരത്തിൽ ഏറ്റതായ അമ്പ് വലിച്ചൂരുന്നു, അവർക്ക് അറിയുന്നില്ല. നിസ്കാരത്തിന്റെ സമയത്ത് അവരെ ഷഹീദാക്കി കളയുന്നു. ഈ ഷഹീദാകുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ ആനന്ദത്തിൽ അവരെ ഷഹീദാകുന്നത് അവരറിയുന്നില്ല. ഈ വിധത്തില് നിസ്കാരം നിർവഹിച്ചതായ മഹാന്മാരായ സ്വഹാബത്തിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇന്ന് നിസ്കരിക്കുന്നത് ഏത് വിധത്തിലാണ് നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ശരീരത്തോടൊപ്പം ഈ കൽബിനെയും റൂഹിനെയും സിറിനെയും ഒക്കെ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലദ്ദത്തോടുകൂടി, ആനന്ദത്തോടുകൂടിയുള്ള ഒരു നിസ്കാരം നിർവഹിക്കാൻ നമുക്കൊക്കെ സാധ്യമാകണം. ആ നിലക്കുള്ള നിസ്കാരമാണ് അല്ലാഹു തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. बुजुर्गों और दोस्तों, सहाबा इकराम रिज़वानुल्लाहि ताला अलैहिम अजमईन का क्या मामला है? वाक़यात अगर बयान करने बैठे, वाक़यात खत्म नहीं होंगे बुजुर्गों, वक्त खत्म हो जाएगा। वाक़यात सहाबा के खत्म नहीं होंगे, औलिया के खत्म नहीं होंगे। हमको बस इससे अगले फैज ये करना है, इससे हमको ये लेना है कि उनके जो कमाल जो इबादत में था, मजा, वो जो लज्जत थी, हमारे इबादतों में क्यों नहीं है? उनके अंदर क्या चीज, क्या नेमत थी, हमारे अंदर क्या मिसिंग है, क्या नहीं है? अगर नहीं है, हम उसको कैसे हासिल करें? ये हमारी जुस्तजू है, मेहनत होना चाहिए। देखो हज़रत इमाम हसन रज़ी अल्लाह तआला अन्हु जब वजू करते, वजू के बाद आपका चेहरा का कलर एक अलग हो जाता। सहाबा पूछते, पीला हो जाता। जब सहाबा पूछते क्या मामला है हसन, जब वजू करके जब आप इबादत के लिए, नमाज के लिए जब आप आ रहे हैं, आपका चेहरे का कलर अलग हो जा रहा है, वजह क्या है इसकी? आप क्या इरशाद फरमाते हैं? नमाज पढ़ने के लिए मैं ठहरने वाला हूं, तो किसके सामने ठहरा हूं? अर्श वाले के साए के, अर्श वाले के बारगाह में ठहरने वाला हूं। मैं अर्श वाले की बारगाह में ठहर कर अगर मैं अपनी कैफियत को नहीं बदला तो फिर वो नमाज कई की नमाज है। जो अर्श वाले की बारगाह में ठहरे और उसकी कैफियत न बदले, वो कैसी खशियत है? बुजुर्गों, ये खशियत का तकाजा है। ये खशियत कब पैदा होगी, इसका महल क्या है, हमारे को ये तक नहीं मालूम। खशियत कब पैदा होगी, महल क्या है, हमारे को ये तक नहीं मालूम। औलिया अल्लाह ने, उलमा रब्बानियीन ने हमको बतलाया है
खशियत का ताल्लुक, उसका महल अगर है वो सिर है, वो सिर में जब कैफियत पैदा होती है, अल्लाह के बारगाह में जब जाकर वो जब खुद को फना करता है, अल्लाह में जब खुद को जब महू करता है, उसकी क्या कैफियत होती है? वो सिर का जो जज्बा होता है, जो खशियत उसके अंदर पैदा होती है, उसका असर रूह में पैदा होता है, उसका असर खल्ब में पैदा होता है, हत्ता कि उसका असर जिस्म में तक पैदा होता है। अल्लाह ताला वो कैफियत, वो लज्जत जिंदगी में एक दफा तो पाने की हमें तौफीक अता फरमाए। जिंदगी में वो एक सजदा हमें करने की तौफीक अता करे। अगर वो एक सजदा भी अगर हम कर लेंगे, समझ जाए कि हमारी जिंदगी कामयाब, अल्लाह हमारी उस जिंदगी से राजी हो जाएगा। ബഹുമാനികളെ, മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിനോടുള്ള ഖുശൂഅോട് കൂടിയുള്ള നിസ്കാരം നിർവഹിച്ചത് എങ്ങനെയാണ്? ആ നിസ്കാരത്തിന്റെ ചരിത്രങ്ങൾ മഹാന്മാർ നിർവഹിച്ചത് നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ സമയം അവസാനിച്ചു പോകും, ചരിത്രങ്ങൾ അവസാനിക്കുകയില്ല. ഇത്രയും വിശാലമായ ചരിത്രങ്ങൾ സ്വഹാബത്തിന്റെ നിസ്കാരത്തിന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നിസ്കാരത്തിന്റെ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവാണെന്ന് സംഭവിച്ചിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ്? കോലവും രൂപവും നിസ്കാരവും ഒക്കെ അവർ നിസ്കരിച്ചതുപോലെ തന്നെയാണ്. കോലത്തിലും പ്രവർത്തനത്തിലും ഒന്നും ഒരു മാറ്റവുമില്ല. പിന്നെ എന്താണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയത്? ഏത് കാര്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്കുണ്ടായിരുന്ന ആ ആവേശം, ആ സന്തോഷം, ആ ലദ്ദത്ത്, ആ രസം ഇന്ന് നിസ്കാരത്തിൽ നമുക്ക് നേടാൻ സാധിക്കാതെ പോയത്? അവർ ഏത് ഗുണങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അവർ ഇത്രമാത്രം ആനന്ദത്തോടുകൂടി ഈ നിസ്കാരം നിർവഹിക്കുന്നവരായി മാറിയത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ബഹുമാനികളെ, നമ്മളിലുള്ള ആ കുറവ് നികത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ആനന്ദത്തോടു കൂടിയുള്ള ഒരു നിസ്കാരം നിർവഹിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അവര് വദു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വദു എടുത്ത് വന്നതോടുകൂടി അവരുടെ മുഖത്തിന്റെ നിറം വ്യത്യാസപ്പെടും. അവരുടെ മുഖത്തിന്റെ നിറം പരിഭ്രാന്തരായിക്കൊണ്ട് വ്യത്യാസപ്പെടും, മഞ്ഞ നിറത്തിലുള്ള നിറമായി മാറും. മഹാന്മാരായ സ്വഹാബത്ത് അന്വേഷിക്കുകയാണ്, വദു എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം വിവർണമാകുന്ന തരത്തിലുള്ള ഈ മാറ്റം എന്തിന്റെ പേരിലാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നത് എന്താണ്? ഞാൻ അർശിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ ആ ഹൈബത്തിനാൽ, അവന്റെ ഹുദൂറിൽ ഹാജരായതിന്റെ പേരിൽ ആ സമയത്ത് എന്റെ മുഖം വിവർണമാകുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് എന്റെ മുഖം വിവർണമാകേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഈ വിധത്തിൽ അള്ളാഹു മുമ്പിൽ ഹാജരാകുന്ന വ്യക്തിത്വങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ അവസ്ഥയാണ് സഹാബത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇന്ന് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നു, അവർ നിസ്കാരത്തിൽ കണ്ടെത്തിയിരുന്ന ആ ഖുശൂ എന്ന് പറയുന്ന ആ ഖുശൂ എന്താണ്? അതിലൂടെ ഒരു മനുഷ്യൻ നേടുന്ന ആനന്ദം എന്താണ്? അതിലൂടെ നേടുന്ന സന്തോഷം എന്താണ്? ഇത് അറിയാൻ തന്നെ നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് ഖുശൂ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഖുശൂഇന്റെ മഹല്ലേതാണ് ഇതും നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാര് ഖുശൂഇന്റെ മഹല്ലേതാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ രേഖപ്പെടുത്തി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അഹ്ലുകാര് പറയുന്നു, ഖുശൂ എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിന്റെ ഇതിന്റെ ശരിയായ ബന്ധം, അത് നിലകൊള്ളേണ്ട സ്ഥലം മനുഷ്യന്റെ സിറാണ്. ഈ സിറിൽ മനുഷ്യൻ അള്ളാഹു അല്ലാത്ത സർവത്തിനെ തൊട്ടും മഹ്വായിക്കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന് മുമ്പിൽ ഹാജരായി കഴിയുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ്, അവന്റെ സിറിന്റെ അവസ്ഥയുടെ പേരാണ് ഖുശൂ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഖുശൂ അവന്റെ സിറിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം അവന്റെ റൂഹിലും ഉണ്ടാകും, അതിന്റെ പ്രതിഫലനം അവന്റെ ഖൽബിലും ഉണ്ടാകും, അതിന്റെ പ്രതിഫലനം അവന്റെ ശരീരത്തിലും ഉണ്ടാകും. ഈ വിധത്തിൽ ഉള്ള അള്ളാഹുവിനോടുള്ള ഖുശൂ നിലനിർത്തിക്കൊണ്ട് ഒരു നിസ്കാരം, ഒരു സുജൂദെങ്കിലും ജീവിതത്തിലെ ആനന്ദത്തോടുകൂടി നിർവഹിക്കാൻ ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാൻ ആ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതായി ആ സുജൂദ് മാറി കഴിയുന്നതാണ്. बुजुर्गों और दोस्तों, आज हम मुहासिबा करना
मुहासबा करो, देखो हम क्या कह रहे हैं, कैसी इबादतें हमारी हो रही है। आज हम नमाज में ठहरते हैं, क्या हम कहते हैं वज्जहतु वजहिया, मैं अपने चेहरे को उसके चेहरे की तरफ फेरता हूं जो जमीन और आसमान को बनाया है। जरा गौर करे, हम क्या वाकई में फेरे हैं या सिर्फ बोल रहे हैं? क्या उसके चेहरे के तरफ हमारे चेहरे को हम फेरे हैं या नहीं फेरे हैं? नमाज से पहले हमारी ये कैफियत है कि मैं अपने चेहरे को काबतुल्लाह की तरफ किया हूं। आखिर काबे की तरफ किए या उसकी तरफ किए? पहले फैसला करो, काबे की तरफ किए हैं या उसकी तरफ किए जो जमीन और आसमान को पैदा किया है। हम बोल रहे हैं, अगर हम बोल कर अगर नहीं करें तो फिर ये झूठ है। झूठ की बुनियाद पे हमारी नमाज शुरू हो रही है तो फिर फायदा क्या है? झूठ मस्जिद में आके अल्लाह के घर में ठहर कर नहीं बोलना है, अपने घर में बोलो बैठकर, वो भी नहीं बोलना चाहिए। बोल रहे हैं तो तन्हाई में, लेकिन हमारी क्या कैफियत है? हम बोल रहे हैं अल्लाह ताला हमारी हिफाजत फरमाए। देखो, सिर्फ इतना ही नहीं, मैं तेरे चेहरे की तरफ अपने चेहरे को किया हूं, क्या कैफियत है उसके बाद? हनीफ बन गया, अब हनीफ हो गया हूं मैं, यानी सबसे कट के मैं तेरे तरफ मुतवज्जे हो गया हूं। आप बतलाइए, सबसे कटे कैसा? सामने इमाम है, आजू बाजू पूरे मुक्तदी है, सबसे कट के उससे जुटने का मुराद क्या है? फिर कैसा उससे जुटेंगे? अगर ये इल्म को, ये फन को, ये कमाल को अगर हम हासिल कर लेंगे तो इंशाअल्लाह हुजूर क़ल्ब हमारे अंदर पैदा होगा। बुजुर्गों, इंशाअल्लाह खशियत हमारे अंदर पैदा होगी, इंशाअल्लाह हमारी नमाज होगी और हमारा चेहरा उसके चेहरे की तरफ होगा, हमारा चेहरा उसके चेहरे की तरफ होगा। फिर वो हमारी नमाज सिर्फ अदाकारियों का नहीं रहेगा, बल्कि हमारी नमाज का हर फेल अल्लाह को पसंद आएगा, मोहम्मदुर रसूलुल्लाह के सदक़े। हमारा क़ियाम अल्लाह को पसंद, हमारा रुकू है अल्लाह को पसंद, हमारा सजदा अल्लाह को पसंद। वो नमाज अगर हम अदा करेंगे, कैसी नमाज होगी? मेराज, अब ये रजब का महीना चल रहा है, मेराज नबी आने वाला है। बुजुर्गों, मेराज सरकार दो आलम सल्लल्लाहु अलैहि वसल्लम आरज़ू तमन्ना है। अल्लाह ने अपने हबीब के आरज़ू और तमन्ना को जानकर अपने हबीब को अपने ये दीदार के लिए जब बुला रहा है, बुलाता है, तोहफे में क्या दे रहा है? 50 नमाजें, 50 नमाजें सरकार वापिस लेकर आ रहे हैं। क्या ख्वाहिश है सरकार को? अंदर का अंदर तो ये ख्वाहिश, ये आरज़ू, ये तमन्ना है, मैं जैसा तेरा दीदार किया हूं मौला, मेरी उम्मत भी तेरा दीदार कर सके, मेरा उम्मत भी तेरा दीदार करे। एक दफा नहीं, दिन में 50 दफा तेरा दीदार करे, दिन में 50 दफा तेरा दीदार करे। बुजुर्गो, अल्लाह के हबीब को तो सब मालूम है, लेकिन हरीस है मोहम्मदुर रसूलुल्लाह, हरीस है अपनी उम्मत के मुताल्लिक़। मैं एक दफा और मेरी उम्मत 50 दफा देखे, दिन में 50 दफा मेरी उम्मत देखे, हरीस है, कम नहीं कर रहे हैं। हजरत मूसा अलैहिस्सलाम अर्ज कर रहे हैं, या रसूल अल्लाह, क्या लेकर आए? 50 नमाज आपकी उम्मत नहीं पढ़ सकती, मालूम है रसूलुल्लाह को, लेकिन हरीस है, इसीलिए सरकार कम नहीं कर रहे हैं। दरखास्त करने पे अल्लाह की बारगाह में हाजिर 9 दफा। अब 5 अगर कोई पढ़ा तो 50 का अल्लाह उसे अजर, 50 का अल्लाह उसे अजर। सिर्फ इतना ही नहीं, कम से कम दिन में 5 मरतबा तो अल्लाह का दीदार करे बंदा, मेराज नसीब हो जाए। तो ये इसी नमाज अगर हमारी मेराज बन जाएगी तो इंशाअल्लाह उस दिन हमारी जिंदगी कामयाब, अल्लाह ताला वो कामयाब जिंदगी पाने वाले लोगों की फहरिस्त में हमें भी शामिल फरमाए। ബഹുമാനികളെ, നാം നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. നാം നമ്മുടെ സ്വയത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ ഈ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ് നമ്മൾ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്നത്? നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നതാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ഞാൻ ഇതാ എന്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. നാം ആലോചിക്കണം,
നമ്മുടെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരോ അവനിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആലോചിക്കാൻ തയ്യാറാകണം. ഈ പറയുന്നത് വാസ്തവമാണോ? നാം നമ്മുടെ മുഖത്തെ അള്ളാഹുവിന്റെ ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചവനിലേക്ക് തന്നെയാണോ തിരിച്ചിട്ടുള്ളത്? എവിടേക്കാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്? നമ്മൾ നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ഇതാ എന്റെ മുഖത്തെ കിബിലയിലേക്ക് മുന്നിടിച്ചുകൊണ്ട് ഞാൻ കിബിലയിലേക്ക് മുന്നിടിച്ചുകൊണ്ട് ഇതാ ഞാൻ നിസ്കാരം നിർവഹിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ തീരുമാനിക്കണം, നമ്മളെ ഇവിടെ ഇപ്പൊ ഈ നിസ്കരിക്കുമ്പോൾ കിബിലയിലേക്കാണോ നമ്മൾ തിരിക്കേണ്ടത്, അതല്ല അള്ളാഹുവിലേക്കാണോ തിരിക്കേണ്ടത്? ഈ അള്ളാഹുവിലേക്ക് തിരിക്കൽ എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഇതാ ഞാൻ എന്നെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അഥവാ നമ്മൾ അങ്ങനെ തിരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഈ പറയുന്നത് കളവല്ലേ? നമ്മൾ കളവ് പറയാൻ കണ്ട സ്ഥലം ഒതുകൊടുത്ത് പള്ളിയിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് ഇവിടെയാണോ കളവ് പറയാനുണ്ടായിരുന്ന സമയം? അങ്ങനെ കളവ് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നില്ലേ? വീട്ടിലിരുന്നാൽ കളവ് പറയാൻ പറ്റുമെന്നല്ല പറയുന്നത്, എവിടെയാണെങ്കിലും കളവ് പറയാൻ പറ്റൂല. പക്ഷെ ഈ കളവ് അള്ളാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയേണ്ട ഒരു ആവശ്യം എന്തുകൊണ്ടുണ്ടായി? അങ്ങനെ ഇതാ എന്റെ മുഖത്തെ ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഹനീഫൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മറ്റുള്ള സർവ്വ സൃഷ്ടികളിൽ നിന്നും മുറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം ചാഞ്ഞവൻ എന്നാണ് ഈ ഹനീഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. എവിടെയാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത സർവരിൽ നിന്നും മുറിഞ്ഞത്? എന്താണ് ഈ മുറിഞ്ഞു എന്ന് പറയുന്നതുകൊണ്ട് താല്പര്യപ്പെടുന്നത്? എവിടെ നമ്മൾ എല്ലാവരും തൊട്ടും മുറിഞ്ഞു? നമ്മളെ മുന്നിൽ ഇമാമ് നിൽക്കുന്നു, ഇത് അള്ളാഹു അല്ലാത്ത ഒരുത്തനാണ്. നമ്മളെ സൈഡിൽ മറ്റ് സഫിലൊക്കെ മുസല്ലീങ്ങൾ മുക്തദികൾ തുടരുന്നവർ മൗമൂമിങ്ങൾ നിൽക്കുന്നു. ഇവരൊക്കെ ഒപ്പം നമ്മൾ നിൽക്കെ നമ്മൾ പറയാണ് എല്ലാവരെ തൊട്ടും ഇതാ ഞാൻ മുറിഞ്ഞിരിക്കുന്നു, അള്ളാഹുവിലേക്ക് ഇതാ ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ അഥവാ ഈ മുറിയൽ എന്താണ്, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ചാഞ്ഞവനായി മാറുക എന്നുള്ള ഈ വസ്തുത, അത് അറിവിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് മുഖം തിരിക്കൽ എങ്ങനെയാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ നിസ്കാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഅ്മിനിന്റെ നിസ്കാരം മിഅ്റാജാണ് എന്ന് പറഞ്ഞ നിസ്കാരമായി മാറും. ഇതാ പരിശുദ്ധ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റജബ് മാസം എന്ന് പറയുന്നത് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉന്നതമായ മിഅ്റാജ് കൊണ്ട് അനുഗ്രഹീതമായ ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ് ഈ റജബ് മാസം എന്ന് പറയുന്നത്. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർശനം കൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ മറ്റൊരാൾക്കും ലഭ്യമാകാത്ത ഉന്നതമായ നിഅമത്ത് ലഭ്യമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആഗ്രഹമാണ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദർശനത്തിന്റെ ഏതൊരു നിഅമത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടോ അത് എന്റെ സാധുക്കളായ ഉമ്മത്തികൾക്കും ലഭ്യമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിലുള്ള ആ ആഗ്രഹത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മിഅ്റാജിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ സമുദായികളായ നമുക്ക് ഓരോ ദിവസവും 50 വക്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ, ഈ ഉമ്മത്തികളുടെ മേൽ നിർബന്ധമാക്കി കൊണ്ടയക്കുകയാണ്. ഈ ഉമ്മത്തികളായ നമുക്കിത് നിസ്കരിക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ റസൂലുള്ളാഹിക്ക് നന്നായി അറിയാം. എന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തികളുടെ കാര്യത്തിൽ, ഈ സമുദായികളുടെ കാര്യത്തിൽ വളരെ ഹരീസാണ്, അലച്ചയുള്ളവരാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു നിഅമത്ത് ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത മിഅ്റാജ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാധുക്കളായ ഉമ്മത്തികൾ അതിനെ തൊട്ട് തടസ്സപ്പെട്ടവരാകരുത്. അവർക്ക് എന്റെ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് 50 പ്രാവശ്യം നൽകുമെന്ന് പറയുമ്പോൾ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, ഒരു ദിവസത്തിൽ 50 പ്രാവശ്യം തന്റെ റബ്ബിനെ മുമ്പിൽ ഹാജരാകാനും അവനെ ദർശിക്കാനുമുള്ള അവസരം ഇതാ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. വഴിമധ്യേ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അവർ ചോദിക്കുന്നു, അള്ളാഹു എന്താണ് കൽപ്പിച്ചത്? ഇങ്ങനെ 50 നിസ്കാരമാണ് കൽപ്പിച്ചതെന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ നബിയെ തങ്ങളുടെ സമുദായത്തിന് അത് നിർവഹിക്കാൻ കഴിയുകയില്ല, തിരിച്ചു പോകണം, അതിനെ കുറക്കണം എന്നാവശ്യപ്പെടുകയാണ്.
അങ്ങനെ ആവർത്തിച്ച് കൽപ്പന പ്രകാരം 5 ഒക്തുമായി കൊണ്ട് മടങ്ങുന്ന സമയത്തും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം എന്താണ്? നിർവഹിക്കുന്നത് 5 ആണെങ്കിലും അതുകൊണ്ടുള്ള പ്രയോജനം, അതിന്റെ ഗുണം 50ന്റെ പ്രയോജനം ഗുണമാണ് നാം തങ്ങളുടെ സമുദായത്തിൽ നൽകുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. ഈ വിധത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിന് നൽകിയ ആ മിഅ്റാജിന്റെ ഉന്നതമായ ഗുണങ്ങളെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നിസ്കാരം നിർവഹിക്കാൻ ജീവിതത്തിൽ നമുക്കും ഭാഗ്യമുണ്ടാകണം. അതിനുവേണ്ടി നാം അധ്വാനിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമായി മാറണം. ये खुशू खुजू ये नमाज पढ़ने से, किताबों के वरक गर्दानी से हमको मिलने वाली नेमत नहीं है, बल्कि ये हमको मिलता है जो मुत्तकी है, जो ईमान वाला है, जो ईमान के साथ तक़वा इख्तियार करने वाला, जो अपने सारे तायुनात को एक साथ रख के जो इबादत अल्लाह की करता है, वो अल्लाह वाले की सोहबतों में अगर हम बैठेंगे इंशाअल्लाह उनकी सोहबतों के असर से अल्लाह हमारे अंदर भी ये कमाल पैदा करेगा। मुत्तकी अल्लाह हम सबों को बनाएगा। अल्लाह का करम है, अल्लाह ये जिंदगी में हमें मौका दिया है, हम उनकी अल्लाह वालों की सोहबतों को इख्तियार करके अगर हम ये कैफियत अपने अंदर पैदा करेंगे इंशाअल्लाह मौत से पहले अल्लाह जरूर ये मौका अता करेगा और हम सबों को जरूर बजरूर अल्लाह हम सबों से राजी भी हो जाएगा। ബഹുമാനികളെ, ഈ പറയപ്പെട്ട ഖുശൂഅ്, ഖുദൂഅ്, ഈ നിഅമത്തുകളൊക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ അതിന് കിതാബുകൾ ഓതിയത് കൊണ്ടോ പേജുകൾ മറിച്ച് വായിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഇത് ഒരിക്കലും ലഭ്യമാവുകയില്ല. ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഖുശൂഅോടുകൂടിയുള്ള ഒരു ഇബാദത്ത് നമുക്ക് നിർവഹിക്കണമെങ്കിൽ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മഹാന്മാര്, എങ്ങനത്തെ മുത്തഖീങ്ങള്, അവരുടെ എല്ലാ തഅയ്യുനുകളെയും, ശരീരത്തെയും കൽബിനെയും റൂഹിനെയും സിർറിനെയും ഒക്കെ ഇബാദത്തിൽ ബന്ധപ്പെടുത്തൽ എങ്ങനെയാണ്, കൂട്ടിച്ചേർക്കൽ എങ്ങനെയാണ്, ഉൾപ്പെടുത്തൽ എങ്ങനെയാണ് എന്ന കാര്യം ശരിക്കും മനസ്സിലാക്കി ഇബാദത്ത് നിർവഹിക്കുന്ന മുത്തഖീങ്ങളായ മഹാന്മാരോട് നമ്മൾ സഹവസിക്കാൻ തയ്യാറാകണം. അവരുടെ സഹവാസത്തിലൂടെ നമ്മൾ മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഈ ഖുശൂഅോട് കൂടിയുള്ള ഈ ഇബാദത്ത് നിർവഹിക്കാനും ആ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താനും നമുക്ക് സാധ്യമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. अल्लाह से दुआ है इंशाअल्लाह फिर कल भी हमें मौका है, अल्लाह ताला हम सबों को जमा होकर सुनने से कहीं ज्यादा अमल की तौफीक अता फरमाए। ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു ദിവസവും കൂടി ഇവിടെ നമുക്ക് സമ്മേളിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ കേൾക്കാനും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ. अल्लाह हम सबों के यहाँ पर जमा होने को कबूल फरमाए, हम सबों की कामिल मग़फ़िरत फरमा। ऐ अल्लाह हम सबों से राजी हो जा। ऐ अल्लाह हमारे जिस्मी, कल्बी, रूही, सिर्री तमाम गुनाहों को नेकियों में तब्दील फरमा। ऐ अल्लाह मुत्तकी मुवहिद बनकर जिंदगी गुजारने की तौफीक अता फरमा। ऐ अल्लाह तेरी इबादत खुशू और खुजू के साथ करने वाला हम सबों को बना दे। ऐ अल्लाह नफ्स और शैतान के शर से वसाविस से हमारी हिफाजत फरमा। ऐ अल्लाह तो अपने हिफ्ज़ व अमान में रख बिजाही सय्यदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम।